കേരള SIR നടത്തിപ്പിൽ ഇലക്ഷൻ കമ്മീഷന് തിരിച്ചടി. കേരളത്തിലെ SIR കരട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയവർക്ക് പരാതി സമർപ്പിക്കാൻ സമയപരിധി നീട്ടി നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 24 ലക്ഷം പേരുകൾ 2025 വോട്ടർ പട്ടികയിൽ നിന്ന് കമ്മീഷൻ വെട്ടിമാറ്റിയതിൽ പലരും യഥാർത്ഥ വോട്ടർമാരാണ്. അവർക്ക് തങ്ങളുടെ എതിർവാദം സമർപ്പിക്കാൻ സമയം നൽകേണ്ടതുണ്ടെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകർ വാദിച്ചു. എന്നാൽ വെട്ടിമാറ്റപ്പെട്ടവരുടെ പട്ടിക ലഭ്യമാക്കിയിട്ടില്ല. അത് കിട്ടിയ ശേഷം എന്തുകൊണ്ട് വെട്ടിമാറ്റിയെന്ന് വോട്ടർമാർക്ക് കമ്മീഷനോട് ചോദിക്കാൻ അവസരം നൽകേണ്ടതുണ്ടെന്നും അഭിഭാഷകർ കോടതിയെ ധരിപ്പിച്ചു. എന്നാൽ ഈ വാദത്തെ എതിർത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകർ നേരത്തെയുള്ള സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം വെട്ടിമാറ്റിയവരുടെ പട്ടിക ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് വാദിച്ചു. എന്നാൽ ഈ വാദം ഗൗനിക്കാതെ സുപ്രീം കോടതി ഉത്തരവ് നൽകുകയായിരുന്നു. വെട്ടിമാറ്റപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിന് പുറമെ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലും സർക്കാർ ഓഫീസുകളിലും പ്രസിദ്ധീകരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഉത്തരവിട്ടത്. കരട് പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടവരുടെ പട്ടിക എല്ലാ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലും അതത് ഗ്രാമങ്ങളിലെ മറ്റ് സർക്കാർ ഓഫീസുകളിലും പ്രദർശിപ്പിക്കണമെന്ന് ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുകയാണ്. വെട്ടിമാറ്റപ്പെട്ടവരുടെ പേരുകൾ ഔദ്യോഗിക വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കണം. ജനങ്ങൾക്ക് വലിയ തോതിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടിമാറ്റപ്പെട്ടവരുടെ പരാതികൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകുന്ന കാര്യം കൂടി പരിഗണിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഇത് കേരളത്തിലെ SIR വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷനേറ്റ അടിയായി മാറിയിരിക്കുകയാണ്. ഒരാളുടെ പൗരത്വം റദ്ദാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അയാളെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റാൻ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് കഴിയുമോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ചോദിച്ചത് നാം മറന്നിട്ടില്ല. ഇതിനിടെ SIR ഫോം അപ്ഡേറ്റ് ചെയ്തതിലെ അപാകത കാരണം കേരളത്തിൽ നിരവധി പേർക്ക് ഹിയറിംഗ് നോട്ടീസ് ലഭിക്കുകയാണ്. ഇതുമൂലം ദൂരദിക്കുകളിൽ ജോലിക്കും പഠനാവശ്യത്തിനും പോയവർ വരെ ഹിയറിംഗിന് ഹാജരാകേണ്ട അവസ്ഥയിലാണ്. SIR ഫോറങ്ങൾ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻ മാറി നൽകിയതാണ് പ്രശ്നത്തിന് കാരണം. 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരും എന്നാൽ മാതാപിതാക്കൾ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരുമായ ആളുകളുടെ വിവരങ്ങളാണ് തെറ്റായി അപ്ഡേറ്റ് ചെയ്തത്. ഓപ്ഷൻ 2 അപ്ഡേറ്റ് ചെയ്യുന്നതിന് പകരം 3 അപ്ഡേറ്റ് ചെയ്തതിനാലാണ് ഇത്രയും പേർ ഹിയറിംഗിന് ഹാജരാകേണ്ടി വരുന്നത്. പ്രത്യേക സാഹചര്യത്തിൽ NSS വളണ്ടിയർമാരെ അടക്കം ഉപയോഗിച്ച് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നതാണ് അപാകതക്ക് ഇടയാക്കിയതെന്നാണ് ആക്ഷേപം. ചുരുക്കത്തിൽ അടിമുടി അവ്യക്തതയും ദുരൂഹവുമാണ് SIR എന്ന് ജനം വിധി എഴുതി കഴിഞ്ഞു.